എറണാകുളത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായ വാർത്തയിലേക്ക് തിരികെ പോകുന്നു. വടുതലയിലാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായത്. കുട്ടി അവസാനമായി സൈക്കിളിൽ യൂണിഫോം ഇട്ട് സഞ്ചരിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടി ഇപ്പോൾ മീഡിയ വൺ പ്രേക്ഷകർക്കായി കാണിക്കുകയാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് മടങ്ങി വരുന്ന ദൃശ്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. സൈക്കിളിൽ യൂണിഫോം ഇട്ട് കുട്ടി മടങ്ങി വരുന്നതിൻ്റെ ഒരു ഇമേജാണിപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് ഏത് ഭാഗത്താണ് എന്നുള്ളത് കേന്ദ്രീകരിച്ചായിരിക്കണം ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പോകുന്നത്. തുടർന്ന് ആ സ്പോട്ടിൽ നിന്നും മറ്റേതെല്ലാം സ്പോട്ടുകളിലേക്ക് കുട്ടി പോയിട്ടുണ്ടാവണം, ഏത് ഭാഗത്ത് വെച്ചാണ് മിസ്സിംഗ് ആയിട്ടുണ്ടാവുക എന്നൊക്കെയായിരിക്കണം നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടാവുക. മുഹ്സിന തുടരുന്നുണ്ട്. മുഹ്സിന, എന്തെങ്കിലും തുമ്പോ ലീഡോ ഇപ്പോൾ പോലീസിന് ലഭിച്ചു കാണാൻ വഴിയുണ്ടോ? മണിക്കൂറുകൾ പിന്നിടുമ്പോഴും സ്വാഭാവികമായും കുടുംബത്തിൻ്റെ മനസ്സിൽ വലിയ ആശങ്ക രൂപപ്പെടുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടല്ലോ. പോലീസിന് എന്തെങ്കിലും പ്രതീക്ഷകൾ അവർക്ക് നൽകാൻ കഴിയുന്നുണ്ടോ റൈറ്റ് നൗ? സൈഫുദ്ദീൻ, പ്രധാനമായും കുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. അതുപോലെ തന്നെ കുട്ടിയുടെ കുടുംബവും അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ കുട്ടി അവിടെയൊന്നും എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് സ്ഥിരീകരിക്കാത്തൊരു വിവരം കൂടിയാണ്. അതായത് കുട്ടി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിരുന്നു, അതിനുശേഷമാണ് വീണ്ടും യാത്ര തുടർന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. പക്ഷെ അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇത്തരത്തിൽ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളും ഈ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ചുള്ള ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് കുട്ടി 4:30 കൂടിയാണ് കുട്ടിയെ മിസ്സിംഗ് ആയത് എന്നാണ് പച്ചാളത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായത്. പച്ചാളത്തു നിന്ന് പിന്നീട് കുട്ടി എങ്ങോട്ട് പോയി എന്നതാണ് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നിൽക്കുന്നത്. പക്ഷേ വിപുലമായ അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല ബീച്ച് പരിസരങ്ങളിൽ, അതുപോലെ തന്നെ നഗരത്തിന്റെ പ്രധാന ഇടങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പുതുവൈപ്പ് ബീച്ച് പരിസരത്താണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അന്വേഷണ സംഘം ഉള്ളത് എന്നാണ് നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പനമ്പള്ളി നഗറിൽ ഒരു സംഘം പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. വാഹന പരിശോധനകളും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പരിശോധനകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിപുലമായ പരിശോധന തന്നെയാണ് സംയുക്തമായി തന്നെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ വിട്ട് മണിക്കൂറുകൾ ഇത്രയായിട്ടും കുട്ടി എവിടെയാണ് എന്നതിനുള്ള ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിപുലമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായിരിക്കുന്ന തൻവി സുനീഷ്. എന്താണ് ഈ കുട്ടി അതായത് പരീക്ഷ അടുത്ത സമയം കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരിക്കുമെന്ന് തന്നെയായിരുന്നു കുടുംബം കരുതിയിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പിന്നെ ലഭ്യമായിട്ടില്ല. സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തി. ബന്ധുക്കളോടൊക്കെ തന്നെ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബം പ്രാഥമികമായി അന്വേഷണം നടത്തിയതിനു ശേഷമാണ് സന്ധ്യ കഴിഞ്ഞിട്ട് കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് എളമക്കര പോലീസിൽ കുടുംബം പരാതി നൽകിയത്. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രധാനമായും നിർണായകമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് CCTV ദൃശ്യമാണ്. കുട്ടി യൂണിഫോമിൽ തന്നെയാണ് സൈക്കിളിൽ ഉള്ളത്. അതായത് ആ സ്കൂൾ വിട്ടതിന് ശേഷം കുട്ടി വീട്ടിലേക്കുള്ള വഴിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എളമക്കര, വടുതല, പച്ചാളം ഇതൊക്കെ തന്നെ അടുത്തടുത്ത പ്രദേശങ്ങൾ തന്നെയാണ്. കുട്ടി താമസിക്കുന്നത് വടുതലയിലാണ്, സ്കൂള് എളമക്കരയിലാണ്. പച്ചാളത്ത് വെച്ചാണ് കുട്ടി അവസാനമായി CCTV ആ ദൃശ്യങ്ങൾ പ്രകാരം മനസ്സിലാക്കുന്നത്. ഈ പച്ചാളത്തിന് ശേഷം കുട്ടി എവിടെ പോയി എന്നത് അതിനുശേഷമുള്ള CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടുമില്ല. അപ്പോൾ എളമക്കരയ്ക്കും പച്ചാളത്തിനും ഇടയിൽ കുട്ടി ആ സൈക്കിളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനുശേഷം കുട്ടി പിന്നീട് എങ്ങോട്ട് പോയി എന്നതാണ് ലഭിക്കേണ്ട വിവരം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈഫുദ്ദീൻ.